വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ശഅബാന്റെ അവസാനത്തെ പത്തിലെ രാവിലെ അല്ലാഹു നമ്മുടെ ഈ ഇരുത്തം അവന് തൃപ്തിപ്പെട്ട ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മജ്‌ലിസുകളിൽപ്പെട്ട മജ്‌ലിസാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, വേണ്ടപ്പെട്ട അല്ലാഹു എല്ലാവർക്കും മഅഫറത്ത് നൽകുമാറാകട്ടെ. നമ്മയും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കൂട്ടുകാരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ സ്വലാത്ത് മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചൊല്ലിയ എല്ലാ അദ്കാറുകളുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നീക്കം ചെയ്യുമാറാകട്ടെ. ജോലിയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സകല കാര്യങ്ങളും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പുണ്യമേറിയ രാവാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശഅബാന്റെ അവസാനത്തെ 10 അടുത്ത ആഴ്ച പരിശുദ്ധ. നമുക്കറിയാം, ഞാൻ പറഞ്ഞ പ്രത്യേകത, ഒരു മാസം ആർക്കുള്ളതാണ്? റജബ് ആരുടെ മാസമാണ്? റജബ് അല്ലാഹുവിന്റെ മാസമാണ് അല്ലേ? ശഅബാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസം. അതുകൊണ്ടായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് എന്താണ്? നമുക്ക് വരാനുള്ള മാസമാണ്, നമ്മുടെ മാസം. ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമ്മത്ത് മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ മാസമാണ് നമ്മിലേക്ക് അടുത്ത ആഴ്ച വരുന്നത്. നമ്മളതിനു വേണ്ടി ഒരുങ്ങണം. നമുക്കറിയാം, നമ്മളൊക്കെ ദോഷികളാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യണം. അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഹനീഫയുടെ ഉപ്പയുടെ ആണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ബദർക്കാട് ഉമ്മയുടെ ആണ്ടാണ് ഇന്ന്. അതുപോലെ തന്നെ ഉമറിന്റെ പെങ്ങളെ ആണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഭാര്യയുടെ സർജറി അല്ലാഹു പരിപൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാം അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ട നമ്മുടെ ഈ ഷറഫുവിന്റെ ഭാര്യയുടെ ഉപ്പ അബ്ദുറഹ്മാൻ ഖാൻ മരണപ്പെട്ട ആണ്ടാണ്. അതുപോലെ ഒരുപാട് ആളുകൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമുക്കറിയാം, നമ്മുടെ സത്താർ സെക്യൂരിറ്റിയുടെ ഉപ്പ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഷറഫിന്റെ ജ്യേഷ്ഠത്തിൽ മരണപ്പെട്ടു പോയാണ്. പലരും പ്രധാനപ്പെട്ട അമ്മാവന്മാർ, വലിയ ഒക്കെ പലരും ആരുടെയും ഒന്നുമില്ല കാര്യം പറയാൻ പറ്റില്ല. ഈ റമദാൻ എത്തോ എന്ന് നമുക്കൊന്നുമില്ല പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മസൂദ് സഖാഫി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് അദ്ദേഹത്തെ പ്രസംഗം കേട്ടിട്ട് കരഞ്ഞു പോയ ആളുകളാണ് പല ആളുകളും. അത്രക്കും അത് കന്നഡ ക്ലബിലാണ് തോന്നുന്നത്. അവിടെ വളരെ കർണാടകത്തിലെ ടീം കൊണ്ടുവന്നൊരു പരിപാടിയിൽ എന്തെല്ലാം നല്ലൊരു പ്രഭാഷണമായിരുന്നു. റബീഉൽ അവ്വലിലാണെന്ന് എൻ്റെ ഓർമ്മ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വർണ്ണിച്ച് എന്താ പറയാ, അത്രക്കും നല്ലൊരു പ്രഭാഷകനാണ്. ഒരു ഏതെങ്കിലും എന്താ പറയാ സംഘടനാപരമായ അഭിപ്രായത്തിൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല, താല്പര്യമില്ല. സംഘടനാ ഇതൊന്നുമില്ല. ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ തന്നെ സംഘടനാ അഭിപ്രായത്തിലൊന്നുമില്ല, താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അത്രക്കും ഇഖ്ലാസുള്ള പ്രഭാഷണമാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ റമദാനിലൊക്കെ ഫുള്ള് ബുക്കഡാണ്. അത്രക്കും ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ ആകുമ്പോഴത്തേന് ഒരുവിധം പണ്ഡിതന്മാർക്കൊക്കെ എന്താണ് ബുക്കഡാണ്. അത്രക്കും എന്താണ് ഡയറിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുടെ ആ കണക്കൂട്ടിൽ എന്താണ് എല്ലാ ആ ഡയറിയുടെ ഇതിലൊക്കെ തെറ്റില്ല. എത്ര ആൾക്കാർ പോസ്റ്റർ അടിച്ചു. ഇന്നലൊക്കെ ഞാനൊക്കെ പ്രഭാഷണം നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. നമുക്കൊന്നും പറയാൻ കഴിയില്ല. 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്രായമുള്ള ഒരു മനുഷ്യന്മാരിൽ തോന്നുന്നു. പക്ഷെ 41 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആലോചിക്ക്, ഞാനൊക്കെ കുറച്ച് പ്രായമുള്ള ആളാണെന്ന് ഞാനൊക്കെ കരുതിയത്. പക്ഷെ വയസ്സ് കണ്ടപ്പോൾ 41 വയസ്സ്. താടിയൊക്കെ നരച്ച് മറ്റേ മൈലാഞ്ചി ഇട്ടുണ്ട്. നിങ്ങൾക്ക് പ്രസംഗം കേട്ടല്ലേ? വിവിധ ആളുകൾക്കൊക്കെ ആ പ്രസംഗം കേട്ടാൽ അറിയാം. ഒരു നല്ല തക്കമുള്ള പ്രഭാഷണമാണ്. എപ്പോഴും പുഞ്ചിരിച്ച മുഖം അല്ലേ? ആ പ്രഭാഷണത്തിന് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എപ്പോൾ നോക്കിയാലും പുഞ്ചിരിയാണ്. അത്രക്കും അതൊക്കെ അങ്ങനെ കഴിയാന്ന് പറഞ്ഞാൽ വളരെ അപൂർവ ആളുകൾക്കാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഅഫറത്ത് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊന്നും കാര്യമില്ല, പറയാൻ പറ്റില്ല. പരിശുദ്ധ റമദാനാണ്. നമുക്കറിയാം 3 10കളാണ് റമദാനിലെ 10. ആദ്യത്തെ 10 എന്താണ്? റഹ്മത്തിന്റെ 10ആണ്, കാരുണ്യത്തിന്റെ 10ആണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും കരുണ നൽകുമാറാകട്ടെ. ആ 10 നമ്മൾ അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കാം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അല്ലേ?
അള്ളാഹുനോട് എന്ത് ചെയ്യുക? റഹ്മത്തില്ലെങ്കിൽ, കാരുണ്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല. അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് വേണം. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മഅഫറത്ത്. രണ്ടാമത്തെ പത്ത് മഅഫറത്തിന്റെ പത്താണ്. പൊറുക്കലിനെ തേടുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊക്കെ എന്താണ് ആത്മാസുഖങ്ങളല്ല, തെറ്റുകൾ ചെയ്തവരാണ്. നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുനോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് പുറത്തു നൽകും. എത്ര ദോഷം ചെയ്താലും അല്ലേ? ഒരു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 199 ആളെ കൊന്നിട്ട് 100 തികച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് മാപ്പ് കൊടുത്തവരാണ് അള്ളാഹു തആല. അപ്പൊ അത്രക്കും എന്താണ് ദോഷം ചെയ്താലും എന്ത് നമുക്ക് അദ്ദേഹത്തിന് പോലുള്ള ദോഷം ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് കണ്ട് ആർക്കാണ് ജീവിക്കാന്ന് പറയാൻ കഴിയില്ല. പണ്ട് കുറച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, മാസമല്ല, നമ്മുടെ വയനാട് ഒരു ഉമ്മയെ കുത്തിക്കൊന്നു. അത് കഴിഞ്ഞ് കുറച്ച് വയനാടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയിട്ട് തൃശ്ശൂര് അച്ഛനെ കുത്തിക്കൊന്നു. അത് കഴിഞ്ഞപ്പോ എന്ത് തിരുവനന്തപുരത്ത് എല്ലാ ജില്ലകളും എന്താണ് ഇങ്ങനെ നടക്കാം. എന്താണ് സ്വന്തം ഇതുകൊണ്ടല്ല, മൈൻഡ് കൊണ്ടല്ല ഇത്തരം ഇതാക്കുന്നത് എന്നാണ് വളരെ വിചിത്രം. അവരൊക്കെ എന്താണ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബങ്ങളെയും സമൂഹത്തെ മുഴുവൻ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും പറയാൻ പറ്റില്ല. ഇന്നലൊക്കെ അവർ ആ വല്യമ്മ മരണപ്പെട്ടില്ലേ? അതുപോലെ തന്നെ വാപ്പയുടെ സഹോദരന്റെ ഭാര്യ, എത്ര ആളുകൾ കൊന്നത്? ആലോചിച്ച് നോക്കി. അവരൊക്കെ ഇന്നലൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഇവർ കൊല്ലുമെന്നോ, പേര് അഫ്നാൻ എന്തോ പേര്, എന്തെങ്കിലും സംഭവിക്കുന്നു അവരൊന്നും വിചാരിച്ചിട്ടില്ല. നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? എങ്ങനെയാണ് നാളത്തെ അവസ്ഥ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമൂഹത്തിന് അള്ളാഹു ബുദ്ധി നൽകുമാറാകട്ടെ. വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അതുപോലെ തന്നെ അവസാനത്തെ 10 എന്താണ്? ഞാൻ നിർത്തി. രണ്ടാമത്തെ 10 മഅഫറത്തിന്റെ 10, അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10.